നിങ്ങളുടെ വണ്ടി ഹൈവേയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അശ്രദ്ധ മൂലം ഫ്രണ്ടിലുള്ള ഒരു വണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ തന്നെ വണ്ടി നമ്മളോട് പറയാണ് ഫ്രണ്ടിലുള്ള വണ്ടി ഒന്ന് ശ്രദ്ധിച്ചോ, തട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് നിൽക്കുകയാണ്, നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചിരിക്കുകയാണ്, ഫ്രണ്ടിലുള്ള വണ്ടി മൂവായി, നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പോഴേ പുറകെ തെറിവിളി ഹോണിയും തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ സിസ്റ്റർ നമ്മളോട് പറയുകയാണ്, ഡാ ഫ്രണ്ടിലുള്ള വണ്ടി മൂവായി, വണ്ടി എടുത്തു. അതൊന്നുമല്ല, നമ്മൾ ഇതുപോലെ തന്നെ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്നു. ഫ്രണ്ടിൽ പെട്ടെന്നൊരു വണ്ടിയൊക്കെ കയറി വരികയാണ്, ഇല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള വണ്ടിയുമായിട്ട് അധികം ഗ്യാപ്പില്ല, ഉടനെ വണ്ടി നമ്മളോട് പറയും ഫ്രണ്ടിലുള്ള വണ്ടി ശ്രദ്ധിച്ചാൽ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അഡാസ് ലെവൽ 1 ഫംഗ്ഷനോട് കൂടിയുള്ള ഒരു കാറായിട്ട് നിങ്ങളുടെ വണ്ടിയെ മാറ്റണമെങ്കിൽ അതിനുള്ള ഒരു സമ്മാനമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി നമ്മുടെ വാഗണാറിൽ ഇത് സെറ്റ് ചെയ്ത് 1 മാസത്തോളമായി. നമ്മൾ ഇത് ഇപ്പോൾ ഒരു ടെസ്റ്റിംഗ് വീട്ടിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സംഭവം എങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നിങ്ങൾക്ക് ഈ സാധനം തരാമെന്ന്. ഈ ഒരു സംഭവത്തിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതൊരു ഡാഷ് ക്യാം ആണ്. അതിൻ്റെ കൂടുതൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ മാത്രമാണ് സത്യം പറഞ്ഞാൽ അഡാസ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡാഷ് ക്യാം ഫംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഫ്രണ്ട് 4K റെക്കോർഡിംഗ് ഉണ്ട്, ബാക്ക് നമുക്ക് 2K, ഫ്രണ്ട് നമുക്ക് 4K റെക്കോർഡിംഗ് വരുന്നത്. ഇതിൻ്റെ മെയിനുള്ള യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു യാത്രയിൽ ഈവൻ നമ്മുടേതായിട്ടല്ലാത്ത തെറ്റുകൊണ്ട് സംഭവിക്കുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ ആക്സിഡൻറ്റുകളിലൊക്കെ നമുക്ക് നമ്മുടെ ഭാഗം പക്കായിട്ട് പ്രൂഫ് കാണിച്ച് പറയാൻ പറ്റത്തില്ല എൻ്റെ തെറ്റല്ല എന്ന്. ബോത്ത് നമുക്ക് ബാക്കിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ബാക്കിൽ കൊണ്ട് ഒരുത്തനെ ഉരച്ചിട്ട് പോയാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, ഇതെടുത്തിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത സാധനം ഉണ്ട്, നീ കൊണ്ട് വരച്ചു എന്ന് നമുക്ക് പ്രൂഫ് സഹിതം പറയാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു ഫംഗ്ഷൻ തന്നെയായിരിക്കും ഈ ഡാഷ് ക്യാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ വേറെയും ഒത്തിരി ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ നോർമലി ആദ്യം കയറ്റിയ ഈ ഇരിക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ, ഇതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ ഫംഗ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറിയപ്പോഴത്തേനും ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ ഇതിൻ്റെ കൂടെ വന്നു. അതായത് നമുക്ക് നമ്മുടെ ഫോൺ കണക്ട് ചെയ്തിട്ട് മാപ്പൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നോർമലി ഉള്ള ബാക്കി സെറ്റിങ്സ്, ഫയൽസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നോർമൽ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കിട്ടുന്നത്. അതൊന്നും ഞാൻ നിങ്ങളെ അധികം കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴിയോട്ട് ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ അഡാസ് ഫംഗ്ഷൻസും ബാക്കി ഫംഗ്ഷൻസും ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. നമ്മളിത് കണ്ട് ആ ഒരു വരയ്ക്ക് വെളിയിൽ പോകുമ്പോൾ കറക്റ്റായിട്ട് ലെയിൻ കീപ്പ് അസിസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ലെയിൻ ഡിപ്പാർച്ചറൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഫ്രണ്ടിലുള്ള വണ്ടിയുമായിട്ട് ഡിസ്റ്റൻസ് കുറഞ്ഞാലും നമ്മൾ അലേർട്ട് ചെയ്യും വണ്ടി തട്ടാതിരിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതാണ് രാത്രിയിലുള്ള ഫ്രണ്ട് ആൻഡ് ബാക്കിൻ്റെ ഒരു ക്യാമറയുടെ വ്യൂ. ഗ്രേ സ്കെയിലോട്ടൊന്നും പോകത്തില്ല, നല്ല അടിപൊളി വിഷ്വൽസ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ റോഡിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഫംഗ്ഷനാലിറ്റി ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഈ ഒരു ആവോസി എന്ന് പറഞ്ഞ ബ്രാൻഡ് ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു സിംഗിൾ പീസ് മാത്രമാണ് അയച്ചു തന്നത്. വീഡിയോ എടുക്കാൻ പറഞ്ഞു, പ്രൊമോഷൻ വീഡിയോ, കാശൊന്നും മേടിച്ചില്ല, ജസ്റ്റ് പ്രൊഡക്റ്റ് മാത്രം അയച്ചു തന്നു. നിങ്ങൾ റിവ്യൂ എടുത്ത് വീഡിയോ ഇട്ടോളാൻ പറഞ്ഞു. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു എന്തായാലും ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടു, പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു 16,000 രൂപ മുടക്കിയ ആൾക്കാർ ഇത് മേടിക്കുമോ, അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഓഫറിൽ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സൈറ്റിൽ കയറിയിട്ട് Q&A കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ 13,000 കൊടുക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചാത്തനല്ലാത്തൊരു ഡാഷ് ക്യാം മേടിച്ച് വെക്കണമെങ്കിൽ തന്നെ, അതും കുഞ്ഞ് ഡിസ്പ്ലേ ഉള്ളതിന് തന്നെ 10 രൂപ 11 രൂപ റേഞ്ച് ആവും. നിങ്ങളൊരു 2,000 രൂപ കൂടെ എക്സ്ട്രാ മുടക്കുമ്പോഴത്തേനും നമുക്ക് ഇത്രയും വലിയ ഡിസ്പ്ലേ ഉള്ള അഡാസ് ഫംഗ്ഷൻസ്, 4K റെക്കോർഡിങ്, 2K റെക്കോർഡിങ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി, ഇത്ര ഫീച്ചേഴ്സും കൂടെ നമുക്ക് കിട്ടുവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ വീഡിയോ അവസാനിക്കുമ്പോഴത്തേനും ഞാൻ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ഒരാൾക്ക് തരുന്ന ഒരു കാര്യം കൂടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് മേടിച്ചാൽ നമുക്ക് ഇങ്ങനൊരു ബോക്സിനകത്ത് കിട്ടുന്നത് ഈ ഡിസ്പ്ലേ മാത്രമല്ല, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ കിട്ടും. ഇപ്പം കണ്ടോ, ഈ ഒരു സിസ്റ്റത്തിൻ്റെ ബാക്കിലായിട്ട് തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ക്യാം വരുന്നത്. ഇനിയിപ്പോൾ റിയർ ക്യാം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എവിടെ റിയർ ക്യാം, എവിടെ? യെസ്, ഇതാണ് നമുക്ക് റിയർ ക്യാമിൻ്റെ വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇഗ്നീഷൻ ഓൺ ആകുമ്പോഴത്തേനും തന്നെ നമ്മുടെ സിസ്റ്റം ഓൺ ആവാനായിട്ടുള്ള കണക്ഷൻ കൊടുക്കാനായിട്ടുള്ള സെറ്റ്. ഇനി അതല്ല, ഇതുപോലെ നമ്മുടെ ആ ഒരു പവർ ഔട്ടില്ലേ, അവിടുന്ന് കുത്തിയെടുക്കാനായിട്ടാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കാണിക്കുക നിങ്ങൾ അവിടുന്ന് കുത്തിയെടുത്തിട്ട്. പിന്നെ ഇത് കണ്ടോ, നിങ്ങൾക്ക് ഗ്ലാസ്സിൽ മൗണ്ട് ചെയ്യാനായിട്ടാണെങ്കിൽ അങ്ങനത്തെ ഒരു മൗണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മൾ മൗണ്ട് ചെയ്തേക്കുന്ന പോലെ മൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മൗണ്ട് വരുന്നുണ്ട് ഡാഷിൽ മൗണ്ട് ചെയ്യാനായിട്ട്, അതിനുള്ള സെറ്റപ്പൊക്കെ. പിന്നെ നോർമൽ ഒരു കേബിൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതുണ്ടോ GPS. അപ്പോൾ ഇങ്ങനെയുള്ള കണക്ഷനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സെറ്റിൽ വരുന്നുണ്ട്. പിന്നെ ഇത് മേടിക്കുന്ന ആൾക്കാർക്ക് ഒരു ഡൗട്ടും വേണ്ട, ചെറിയൊരു യൂസർ മാനുവലും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് സമ്മാനം കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ വീഡിയോ ഫുള്ള് തീരുന്നത് വരെ കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ജെനുവിനായിട്ട് ടെക്നിക്കലായിട്ട് തോന്നിയ കാര്യം എന്താണ്,
അത് നമ്മുടെ കമൻറ്റിൽ വന്നൊന്ന് രേഖപ്പെടുത്തിയേക്കുക. അതിന് ശേഷം നമ്മൾ നോക്കും, ഈ കമൻ്റ് എല്ലാം നോക്കിയിട്ട് നമുക്ക് ജെനുവിനായിട്ട് കമൻ്റ് ഇട്ട ഒരാളാണെന്ന് തോന്നുന്ന ഒരാളെ നമ്മൾ വിളിക്കും. അതിന് ശേഷം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ച കാര്യങ്ങളിൽ 1-2 കാര്യമൊക്കെ ചോദിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകില്ല, റിപ്ലൈ കിട്ടുമ്പോഴത്തേനും പൂർണ്ണമായി വീഡിയോ കണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വിന്നറിനെ അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യശാലിയെ ചൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ തവണയും വീഡിയോയിൽ വന്ന് ചെയ്യുന്ന പോലെ ഹായ് ഹലോ അങ്ങനൊന്നും പറഞ്ഞിട്ട് പോകാതെ ടെക്നിക്കലായിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് തോന്നിയ കാര്യങ്ങൾ മാത്രം കമൻറ്റ് ഇട്ടേക്കുക. കമൻറ്റ് ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻബോക്സിൽ വന്നിട്ട് ഷെയർ ചെയ്തതിൻ്റെ പ്രൂഫായിട്ടൊരു സ്ക്രീൻഷോട്ടും കൂടെ. ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ നിബന്ധനകൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ഇട്ടു.